ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ പേരാണ് പ്രായൽ. ഇതിലും വഴി വിളിച്ച് പറഞ്ഞുകൊണ്ട് പോയത് പ്രായൽ എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കാണാനുള്ള ഭംഗി കണ്ടുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മീൻ മേടിച്ചത്. കിലോയ്ക്ക് 140 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് വെട്ടാൻ അത്ര വലിയ പാടായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. എൻ്റെ തൊലിയൊന്നും പൊളിക്കണ്ട, ഞാനിങ്ങനെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തത്. അങ്ങനെ ഇത് 1 കിലോയോളം ഉണ്ടായിരുന്നു. 1 കിലോയ്ക്കായിരുന്നു കേട്ടോ 140 രൂപ. അങ്ങനെ 1 കിലോ മീനെല്ലാം മേടിച്ചു. ഞാൻ മീൻ വെട്ടാനിരിക്കുമ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് എപ്പോഴും ഒരാൾ വരാറുണ്ട് കേട്ടോ. ഒരു കറമ്പിയാണേ. ഞാൻ എപ്പം മീൻ വെട്ടാൻ ഇറങ്ങുമ്പോഴും എപ്പോൾ നോക്കുമ്പോഴും ഇവൾ എൻ്റെ അടുത്ത് എന്നെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ മീനെല്ലാം വെട്ടി അതിൻ്റെ തലയെല്ലാം ഇവൾക്കാണ് കൊടുക്കുന്നത്. ഇവൾക്ക് കൊടുക്കുമ്പോൾ ഇവളെപ്പോലെ തന്നെ ഇരിക്കുന്ന വേറൊരെണ്ണം കൂടി ഉണ്ട്. ഇനി അമ്മയാണോന്ന് അറിയത്തില്ല, ഇതിനെ കളിച്ചിട്ട് വലിപ്പമുള്ള അവളും ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അങ്ങനെ മീനിൻ്റെ തലയെല്ലാം അവളും അവളുടെ മകളും എല്ലാം കൂടെ കഴിച്ചു. അപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ മുളകിങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ എടുത്തിട്ടിട്ട് മൂപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ. അതൊന്ന് പിടിക്കാമെന്ന് കരുതിയൊക്കെയാണ് നോക്കിയത് കേട്ടോ. പിന്നെ നേരത്തെ തന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും വിജയിക്കുന്ന വിഭവങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലേ ഇടുന്നത്. ഞാൻ അങ്ങനെയല്ല, പരാജയപ്പെടുന്നത് ഞാൻ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ പരാജയപ്പെട്ടു പോയൊരു സംഭവമാണ് ഇതെന്ന് പറയാനായിട്ട്. ഈ പ്രായൽ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ, വലിയ ടേസ്റ്റ് ഇല്ലാത്ത മീനാണ്. അപ്പം ഞാനിങ്ങനെ വെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ വിചാരിച്ചു നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പുതിയ ട്രെൻഡ് അങ്ങ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നൊക്കെ കരുതി ഇതുപോലെ എണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം അതിനകത്തോട്ടിട്ട് മൂപ്പിച്ച് കേട്ടോ. അന്നേരം തന്നെ ഈ പെട്ടെന്ന് ഈ എണ്ണയുടെ കുറവ് കൊണ്ടാണോ എന്നറിയത്തില്ല, ഇങ്ങനെ ഒരു മാതിരി ഒരു ഇങ്ങനെ തോന്നി കേട്ടോ എനിക്ക് അങ്ങോട്ട് ഇച്ചിരി ഒരു ഇതുപോലെ. അപ്പം ഞാൻ എണ്ണക്കുറവാണെന്ന് കരുതിയിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചൊക്കെ കൊടുത്തു. ഒന്നും കൂടെ ഇത് നന്നായിട്ട് വഴറ്റിയൊക്കെ എടുത്ത് അങ്ങനെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര മറവിയായി. ഇതിനകത്ത് എന്തൊക്കെ ചേർക്കണം എന്നുള്ളതിലെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് മറവി സംഭവിക്കുന്നത്. കാരണം ഞാൻ ഈ മീനെല്ലാം നേരത്തെ ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ മെയിൻ കാര്യമായ സംഭവം ഇട്ടില്ലല്ലോ, ഉപ്പിടാൻ മറന്നുപോയി. പിന്നെ ഞാൻ കുറച്ച് ഉപ്പെല്ലാം പിന്നെയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. മൊത്തത്തിൽ മറവിയായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് പുളിവെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താലും മതിയായിരുന്നു. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യാറ്. ഞാനതും മറന്നുപോയെന്നീ. ഞാൻ ഈ മീനെല്ലാം കൂടെ ഇതിനകത്തോട്ട് അങ്ങ് പെറുക്കി ഇട്ട് കൊടുത്തു. ഇത് ഇച്ചിരി ദശക്കട്ടയുള്ള മീനല്ലേ. എല്ലാവരും ചെയ്യുന്നത് ഈ അയലയിലും മത്തിയിലും ഒക്കെയാണ് കണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നാളൊരു പ്രാവശ്യം മത്തിയിൽ ചെയ്തപ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ഓർമ്മയിൽ ഇത് ചെയ്തതാണ്. പക്ഷേ ഈ മീൻ ഒരു ടേസ്റ്റ് ഇല്ലാതായി പോയെന്നേ. ഭയങ്കര ഒരു അബദ്ധം പറ്റിയ പോലെ ആയിപ്പോയി. കറി വെച്ചിട്ടും വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി എൻ്റെ കറിയുടെ കുഴപ്പം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാനിങ്ങനെ മീനെല്ലാം അങ്ങ് നിരത്തിയൊക്കെ ഇട്ടൊക്കെ കൊടുത്തു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തിരിച്ചിടാനും ഒക്കെ ഒരു പാട്. അപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ പുളിവെള്ളം ഒഴിച്ചില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം എല്ലാം കൂടെ എടുത്ത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അത് ആ പുളിവെള്ളത്തിൽ നല്ല മസാലയിലെല്ലാം കിടന്ന് അത് നല്ലൊരു രീതിയിലെല്ലാം ആയി കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലായി. പക്ഷേ ഞാനൊരു അബദ്ധം കാണിച്ചു പോയി. ഞാനിതിട്ടിട്ട് ഒരൊറ്റ പൂക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ ഞാൻ തിരിച്ചും മറിച്ചും അങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയിന്ന്. ആ ഒരു ഗ്യാപ്പിൽ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പുളിവെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തോട്ടാ. ആ ഒരു ഗ്യാപ്പിൽ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇത് കരിഞ്ഞുപോയി. ഇത് കരിഞ്ഞുപോയി. ഇത് കണ്ടോ, ഇങ്ങനെയായിപ്പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഉള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞു പോയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ എപ്പോൾ നോക്കിയാലും എൻ്റെ മിക്ക ദിവസം എൻ്റെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കാണും കേട്ടോ. ഇവിടെ അതൊരു ഫേവറേറ്റ് ഐറ്റമാണ്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കാണും. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കഴിക്കാം. അങ്ങനെ ഒരു അത്ര വലിയ ടേസ്റ്റ് പറയാനായിട്ട് എനിക്ക് പറ്റിയ അബദ്ധമാണോ അതോ, പക്ഷെ മീൻ കറി വെച്ചപ്പോഴും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. മീൻ്റെ കുഴപ്പമായിരിക്കുമെന്ന്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചുണ്ടായിരുന്നു. പക്ഷെ മത്തി അയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചേനേന്ന് എനിക്ക് തോന്നി. അതിന് ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമാകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.